നമ്മളിന്ന് കാണാൻ പോകുന്ന വാഹനമാണ് മഹീന്ദ്ര ഥാർ 4x4 പെട്രോൾ ഓട്ടോമാറ്റിക്. I'm taking shots at the enemy. I'm gonna make it to the top, leave a legacy. If I got something to say, you better let me speak. Turn it up a new degree, bitch, you ain't seen anything. മഹീന്ദ്ര പോലുള്ള വാഹനങ്ങൾ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് ഈ ഹൈ റേഞ്ച് ഏരിയസിലും അതുപോലെ തന്നെ ഇടുങ്ങിയ റോഡുകളിലൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇന്ന് ഇതൊരു ലൈഫ് സ്റ്റൈൽ വാഹനമായി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ നോക്കിക്ക് എല്ലാ ഫിലിം സ്റ്റാർസുകളും അവർക്കെല്ലാം വലിയ വലിയ കാറുകളുണ്ടെങ്കിലും മഹീന്ദ്ര ഥാർ അവരുടെ കൂട്ടത്തിൽ എപ്പോഴും ഉണ്ടാകും. മഹീന്ദ്ര ഥാറിനെ ഇത്രയ്ക്ക് വ്യത്യസ്തമാക്കാനുള്ള കാരണം എന്താണ്? ഒന്ന്, ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ ലുക്കാണ്. ഫ്രണ്ടിനെ ഏറ്റവും കൂടുതൽ വ്യത്യസ്തമാക്കുന്നത് ഇതിൻ്റെ ബമ്പർ തന്നെയാണ്. എടുത്തു പറയേണ്ട ഒരു ബമ്പർ തന്നെയാണ്. അതിന് രണ്ട് വശങ്ങളിലുമായിട്ട് വലിയ ഹെഡ്ലൈറ്റുകളുണ്ട്. ഹാലജൻ ഹെഡ്ലൈറ്റുകളാണ്, എന്നാൽ വളരെ ഷാർപ്പാണ്. നമ്മളിപ്പോൾ ലൈറ്റ് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ ഏത് ടോറസുകാരനും ഒന്ന് ഡിമ്മ് ചെയ്ത് തരും. ആ രീതിയിലുള്ള ഹെഡ്ലൈറ്റുകളാണ് മഹീന്ദ്ര ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ വലിയൊരു ബോണറ്റ് ഏരിയ. മറ്റു വാഹനങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തനാണ് ഈ മഹീന്ദ്ര ഥാർ എന്ന് നിസ്സംശയം പറയാം. മഹീന്ദ്ര എന്ന വാഹനത്തിന് എല്ലാവരും ആകർഷിക്കുന്നതാണ് ഇതിൻ്റെ വലിയ ടയറുകൾ. വളരെ വലിയൊരു ടയറാണ്. 255 65 R18 ടയറുകളാണ് ഈ മഹീന്ദ്ര ഥാറിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. വലിയ വീലാർച്ചുകൾ കാണാൻ സാധിക്കും. അതിൻ്റെ പുറകിൽ വലിയൊരു ഫുഡ് റെസ്റ്റ് കാണാൻ സാധിക്കും. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫുഡ് റെസ്റ്റ്. അതുപോലെ തന്നെ വളരെ വിശാലമായ ഒരു ഡോർ ഏരിയ തന്നെയാണ് ഈ ഒരു മഹീന്ദ്ര ഥാറിനകത്തുള്ളത്. തുറന്നിട്ടാൽ ഓടിക്കേറിക്കോ എന്നുള്ള രീതിയിലുള്ള ഓപ്പണിംഗ് ആണ് ഈ മഹീന്ദ്ര ഥാറിൻ്റെ. അതുപോലെ തന്നെ റിയർ വ്യൂ മിററുകളാണെങ്കിലും വളരെ വലിപ്പമുള്ള റിയർ വ്യൂ മിററുകളാണ്. കാരണം നമുക്ക് ബ്ലൈൻഡ് സ്പോട്ടുകളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റിയർ വ്യൂ മിററുകളാണ് മഹീന്ദ്ര ഥാറിനുള്ളത്. മഹീന്ദ്ര ഥാറിനെ പറ്റി ഒരു ചെറിയ കാര്യം പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ ഒരു കല്യാണം അല്ല വിവാഹ പാർട്ടികളൊക്കെ ചെല്ലുമ്പോൾ, നമ്മൾ ഗ്രാമപ്രദേശത്തൊക്കെ ചെല്ലുമ്പോൾ നല്ല നല്ല കാറുകളൊക്കെ നല്ല വൃത്തിയുള്ള സ്ഥലത്തൊക്കെ പാർക്ക് ചെയ്തിടും. നമുക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവരെയും കൊണ്ടാണ് പോകുന്നതെങ്കിൽ നമുക്കങ്ങ് ഇറക്കിയിടാം. എവിടെയെങ്കിലും ഒരു കുഴിയോ അല്ല കച്ചയൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് ഇറക്കിയിടാം. സുഖമായിട്ട് തിരിച്ച് കയറിപ്പോരും എന്നുള്ള വിശ്വാസത്തോടു കൂടി. കാരണം ഇത് 4x4 ആണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓഫ് റോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് മഹീന്ദ്ര ഥാർ. ഇനി ഇതിൻ്റെ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും റിയർ വീലുകൾ ഡ്രം ബ്രേക്കുകളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി മഹീന്ദ്ര ഥാറിൻ്റെ പിറകു വശത്തേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ വലിയൊരു ടയർ എടുത്ത് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഈ ഒരു ടയർ തന്നെയാണ് ഇതിനൊരു റഫ് ഫീലിംഗ് കൊടുക്കുന്നത് മഹീന്ദ്രയ്ക്ക്. അപ്പോൾ ഒരു ബോക്സി രൂപം തന്നെയാണ്, കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഒരു ബോക്സി ഷേപ്പ് തന്നെയാണ്. പിന്നെ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിക്കി ഓപ്പൺ ചെയ്യേണ്ടത്. കണ്ടില്ലേ, ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഇതിങ്ങനെ മുകളിലേക്ക് പോക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിക്കി. ഇതിന് വലിയ ഒരു ബൂട്ട് സ്പേസ് ഒന്നും ഇല്ല എന്ന് തന്നെ പറയാം. അത്യാവശ്യം 2 ബാഗൊക്കെ നമുക്ക് എടുത്ത് വെച്ചിട്ട് പോകാൻ പറ്റും. അങ്ങനെയുള്ളൊരു ബൂട്ട് സ്പേസാണ് മഹീന്ദ്ര ഥാറിനുള്ളത്. പിന്നെ ബാക്കിലാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ ഒരു മഹീന്ദ്ര ഥാറിനുണ്ട്. ഏത് മലയും കയറി പോകാൻ പറ്റുന്ന രീതിയിലുള്ള 225 എബവ് നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കിട്ടുന്ന ഒരു വാഹനമാണ് മഹീന്ദ്ര ഥാർ. പിന്നെ മഹീന്ദ്ര ഥാർ എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഓഫ് റോഡിങ്ങിന് പോകുന്നത്? ലക്ഷറി വാഹനങ്ങൾ, ഒരുപാട് ലക്ഷറി വാഹനങ്ങളുണ്ട് ഓഫ് റോഡിന് പറ്റിയത്. എന്നാൽ മഹീന്ദ്രയും കൊണ്ടാണ് എല്ലാവരും പോകുന്നത്. അതുപോലെ ഥാർ പോലെയുള്ള വാഹനങ്ങൾ കൊണ്ടാണ് എല്ലാവരും സഞ്ചരിക്കുന്നത്. കാരണം ഇതിൻ്റെ സ്പെയർ പാർട്സിനും ഇതിൻ്റെ മെയിൻ്റനൻസിനും ഉള്ള ചാർജസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ കീഴടക്കിയത് ഈ മഹീന്ദ്ര. അതായത് മഹീന്ദ്രയുടെ ബൊലേറിയോ ആയിക്കോട്ടെ, മഹീന്ദ്രയുടെ ഥാർ ആയിക്കോട്ടെ, ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള 1-2 വാഹനങ്ങളാണ് ഇതെല്ലാം. ഈവൻ മഹീന്ദ്രയുടെ MM540 പോലുള്ള വാഹനങ്ങളും തീർത്തും നിരത്തുകൾ കൈയടക്കിയ ഒരു വാഹനം തന്നെയാണ്. ഇനി മഹീന്ദ്ര ഥാറിൻ്റെ ഇൻറ്റീരിയറിലേക്ക് പോകാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ തന്നെയാണ് മഹീന്ദ്ര ഥാറിനുള്ളത്. ഈ സ്റ്റിയറിങ്ങിൻ്റെ വീലിൻ്റെ കാര്യം എടുത്തു പറയേണ്ട കാര്യമാണ്. ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വിരൽ കൊണ്ട് വളരെ സിമ്പിളായിട്ട് പിന്നെ തിരിക്കാം എന്നുള്ളതാണ്. ഒരു വിരൽ കൊണ്ട് വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീലാണ്. AC കാര്യം എടുത്തു പറയേണ്ടതാണ്. AC വളരെ നല്ലൊരു കൂളിംഗ് തരുന്ന ഒരു AC ആണ്. നമ്മൾ കുറേ കഴിയുമ്പോൾ ഇതിൻ്റെ തെർമോസ്റ്റാറ്റ് കുറച്ചിടും, കാരണം ഓവർ തണുപ്പായിട്ട്. അങ്ങനത്തെ ഒരു AC ആണ് മഹീന്ദ്ര ഥാറിനകത്ത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട് മഹീന്ദ്ര ഥാറിനകത്ത്. അതിനകത്ത് നമുക്ക് ടയർ പ്രഷർ മോണിറ്റർ പോലെയുള്ള എല്ലാ സംഗതികളും മഹീന്ദ്ര ഥാർ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി മഹീന്ദ്ര ഥാർ ഉപയോഗിക്കുമ്പോൾ നല്ലൊരു കമാൻഡിങ് വ്യൂ തന്നെയാണ് മഹീന്ദ്ര ഥാറിനുള്ളത്.
നമുക്കിപ്പോൾ ഒരു നല്ലൊരു സീറ്റിംഗ് പൊസിഷനാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ട്രാഫിക്കിലൊക്കെ കിടക്കുകയാണെങ്കിൽ 3-4 വാഹനങ്ങൾ ഫ്രണ്ടിൽ കിടക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടി നമുക്ക് കാണാൻ പറ്റും. അത്ര ഒരു വ്യൂ ഉള്ളൊരു വാഹനം തന്നെയാണ് മഹീന്ദ്ര ഥാർ. പിന്നെ ഇതിൻ്റെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗ്രാബ് റെയിൽ ഇവിടെ ഉണ്ട്. വളരെ സ്ട്രോങ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി സ്ട്രോങ് ആണ്. അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് മഹീന്ദ്രയുടെ ബാഡ്ജിങ്ങൾ കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മെറ്റീരിയലൊക്കെ ആണെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയലാണ്, പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് മഹീന്ദ്ര ഇതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഈ വാഹനത്തിന് വേണ്ടിയിട്ട്. മഹീന്ദ്ര ഥാറിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ ആയിക്കോട്ടെ റിയർ സസ്പെൻഷൻ ആയിക്കോട്ടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെർഫോമൻസ് തരുന്ന ഒരു സസ്പെൻഷൻ തന്നെയാണ്. വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കാർ തന്നെയാണ് മഹീന്ദ്ര ഥാർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. I'm back, you know that I never left. I got tracks and some music that you never guessed. I don't slack, don't lose, learn your lesson yet. When I get to choose what I do, I'm like a weapon. ഇനി ഈ മഹീന്ദ്ര ഥാറിൻ്റെ സീറ്റുകൾ എന്ന് പറയുന്നത് ഫാബ്രിക് സീറ്റുകളാണ്, ഫാബ്രിക് അപ്പോൾസറിയാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 2 സൈഡുകളിലായിട്ട് വളരെ വ്യക്തമായിട്ട് നമ്മളിങ്ങനെ പിടിച്ചു വയ്ക്കുന്ന പോലത്തെ വിങ്സുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ടേണുകളൊക്കെ എടുക്കുമ്പോഴും വളരെ കൃത്യമായിട്ട് നമ്മളെ ഹോൾഡ് ചെയ്ത് പിടിക്കാനൊക്കെ ഈ സീറ്റ് ഉപയോഗിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത് ഇതിൻ്റെ ആ ഒരു കമാൻഡിങ് വ്യൂ തന്നെയാണ്. ഇത്രയും ഹൈറ്റിൽ ഇരുന്നുള്ളൊരു വ്യൂ, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഐ റിയലി ലവ് ഥാർ. അങ്ങനെ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മഹീന്ദ്ര ഥാറിനൊരു സബ്സ്ക്രിപ്ഷൻ. താങ്ക് യു.